ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം ടൂറാണ്. അപ്പോൾ നിങ്ങൾ പലർക്കും പലതരത്തിലുള്ള വീടിനെ കുറിച്ചുള്ള ഐഡിയ കാണും. ജർമ്മനിയിലെ പലതരത്തിലുള്ള വീടുകളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതിൽ ഇവിടെ ജർമ്മനിയിൽ പലതരത്തിലുള്ള വീടുകളുണ്ട്, പലതരത്തിലുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ട്, പലതരത്തിലുള്ള ഇൻറ്റീരിയർ ഡിസൈൻസ് ഉണ്ട്. സോ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഹോം ടൂർ, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, വാ. അപ്പോൾ ഇത് നമ്മുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡാണ്. ഇത് ശരിക്കും ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഈ കാണുന്നതാണ് നമ്മുടെ വീട്. ഇതിന്റെ മുന്നിൽ തന്നെയാണ് നമുക്കുള്ള പാർക്കിംഗ് സ്പേസ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അറിയാമല്ലോ, ഇവിടെ നമ്മൾ വേസ്റ്റ് ഒക്കെ റീസൈക്കിൾ ചെയ്യുന്നത് എല്ലാം ഡിവൈഡ് ചെയ്തിട്ടിട്ടാണ്. അപ്പോൾ എല്ലാ വീടിൻ്റെയും മുന്നിലും ഇതുപോലുള്ള വേസ്റ്റ് ബോക്സസ് കാണുവേ. ഒരെണ്ണം ബയോ വേസ്റ്റിനുള്ളത്, ഒന്ന് പേപ്പറിനുള്ളത്, അല്ലെങ്കിൽ റെസ്മോൾ, അതായത് എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഫുഡ് വേസ്റ്റും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പം തന്നെ ഈ ലെറ്റർ ബോക്സ് കാണുമായിരിക്കും. നമ്മുടെ ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നത് ശരിക്കും 4 ഫാമിലിയാണ്. അപ്പോൾ ഈ 4 ഫാമിലിക്കുള്ള ലെറ്റർ ബോക്സ് ആണ് ഇത്. അതിൽ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ലെറ്റർ ബോക്സ്. അപ്പോൾ എല്ലാ ലെറ്റർ ബോക്സിലും നമുക്ക് ഇതുപോലെ നമ്മൾ പേരെഴുതി മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ ലെറ്റർ ബോക്സിൽ തന്നെ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ കൈനെ വെർബും എന്ന് വെച്ചാൽ ഇതിൽ അഡ്വർടൈസ്മെന്റ് ഒന്നും കൊണ്ട് ഇടരുതെന്നുള്ളതാണ്. ഈ ലെറ്റർ ബോക്സിന് അടുത്ത് തന്നെയാണ് നമുക്കുള്ള കോളിംഗ് ബെല്ല്. ഇവിടെ 4 ഫാമിലിക്കുമുള്ള കോളിംഗ് ബെല്ലുണ്ട്. ഇവിടെ നിന്ന് പുറത്തുനിന്ന് വരുന്ന ആർക്കെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മണ്ടയ്ക്ക് നമ്മുടെ റൂമിൽ റിങ് കിട്ടും. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് തന്നെ എടുത്ത് സംസാരിക്കാൻ പറ്റും, ആരാണെന്നൊക്കെ ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ ഡോർ തുറന്നു കൊടുക്കാൻ പറ്റും. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് ഈ ഡോർ ഓപ്പൺ ആവുമേ. ഇപ്പോൾ എന്തെങ്കിലും പാക്കറ്റ് ഡെലിവറി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി വന്ന് കളക്ട് ചെയ്യണമെന്നില്ല, നമ്മൾ അവിടെ നിന്ന് ഈ ഡോർ തുറന്നു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് വീട് തുറന്ന് അകത്ത് കയറിയേക്കാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇത് നമ്മുടെ എല്ലാ വീട്ടിലും കാണും കെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കെല്ലറാണ്. ഇത് തുറന്ന്, കെല്ലർ എന്ന് പറഞ്ഞാൽ സെല്ലർ, ഇത് തുറന്ന് നമ്മൾ ഇതിനകത്തോട്ട് പോകുമ്പോൾ നമുക്കായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന ഒരു റൂം കാണും. നമ്മൾ 4 ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 4 ഫാമിലിക്ക് 4 റൂമുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റോറേജ് സ്പേസസ് എക്സ്ട്രാ ഉണ്ട്. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ട് നമുക്ക് ഡംപ് ചെയ്യാം. അതുപോലെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഇതാണ്. ഇത് ഓരോ ഡേറ്റിൽ എന്ത് വേസ്റ്റ് എടുക്കാനാണ് വരുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് കെല്ലറൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ അണ്ടർഗ്രൗണ്ട് സ്പേസ്. നമ്മളിങ്ങനെ താഴോട്ട് പോണം, ഇങ്ങനെ ഇറങ്ങി. ഇതൊരു പഴയ വീടാണ്. ഒരു പഴയ വീടായതുകൊണ്ടാണ് കുറച്ച് പഴഞ്ചൻ സ്റ്റൈല്. നമ്മൾ ഈ താഴോട്ട് ഇറങ്ങി ഇവിടെ വരുമ്പം തന്നെ നമ്മളിവിടെ സൈക്കിളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഓരോ ഫാമിലിക്കുമായിട്ട് ഒരു റൂമുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. നമ്മുടെ സാധനങ്ങൾ, എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഉള്ള ഒരു ഏരിയ. ഇത് 4 ഫാമിലിക്കും 4 സെപ്പറേറ്റ് ആയിട്ടുള്ള അങ്ങോട്ടുണ്ട് കേട്ടോ. അവിടോട്ട് ലൈറ്റ് ഇടാൻ പറ്റാഞ്ഞോണ്ട് ഞാൻ അങ്ങോട്ട് പോവാൻ. സ്പേസാണ്. അപ്പൊ നമുക്ക് എക്സ്ട്രാ വരുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ട് ഡംപ് ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ കെല്ലർ. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ഇവിടെ നമ്മൾ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സമ്മർ ആവുന്നതേ ഉള്ളത് കൊണ്ട് ചെടികളൊന്നും അത്ര നല്ല അവസ്ഥയിലല്ല. പക്ഷെ സമ്മർ ആകുമ്പോഴത്തേന് എല്ലാം സെറ്റ് ആവും. അപ്പോൾ മണ്ടയ്ക്കാണ് നമ്മുടെ റൂം. നമുക്ക് അങ്ങോട്ട് പോയാലോ? ശരിക്കും 4 ഫ്ലോറാണ് ഇവിടെ ഉള്ളത്. അതിൽ 3rd ഫ്ലോറിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ വീട്. നമുക്ക് അകത്തോട്ട് പോയാലോ? നമ്മുടെ വീടിൻ്റെ പുറത്തായിട്ട് തന്നെ ഇങ്ങനെ ഒരു ഷൂ റാക്ക് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വരുമ്പം ഷൂ ഒക്കെ നമുക്ക് ഇടാനായിട്ടൊക്കെ വേണ്ടിയിട്ട്. അപ്പം നമ്മളിപ്പോൾ വീട്ടിനകത്ത് കയറിയേ. നമ്മളിങ്ങനെ കയറി വരുമ്പം തന്നെ സൈഡിലായിട്ട് നമുക്ക് താക്കോലൊക്കെ ഇടാനായിട്ടുള്ളൊരു ചെറിയൊരു സെക്ഷൻ ഉണ്ട് ഇവിടെ. എന്നിട്ട് നമ്മൾ നോർമലി ഇവിടെ ജർമ്മൻ വീടുകളിലെല്ലാം തന്നെ കാണാൻ പറ്റുന്നൊരു സംഭവമാണ്, കയറി വരുമ്പം തന്നെ ജാക്കറ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ. പുറത്തുനിന്ന് ഇപ്പൊ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴോ ഒക്കെ നമ്മുടെ ജാക്കറ്റ് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് ഇത്. നോർമലി ഇവിടെ ജാക്കറ്റ് കാണാറുണ്ട്, നമ്മൾ ഓഫീസിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് കാണാറുണ്ട്. വീക്കെൻഡ് ആകുമ്പോൾ നമ്മൾ വീട് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ വീണ്ടും കയറ്റും, പിന്നെയും തിരിച്ചിവിടെ വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവിടെ പിന്നെ ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് സോവനിയേഴ്സ് ചുമ്മാ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട്. ഇനി ഇത് വെക്കാനായിട്ട് ഒരു
ബോർഡ് വാങ്ങിക്കണം എന്നാണ് പ്ലാൻ. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇവിടെ ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ പുറത്തൊരു ഷൂ റാക്ക് കണ്ട പോലെ തന്നെ വീടിനകത്തും നമ്മുടെ ഷൂസും ചെരുപ്പും ജാക്കറ്റും ഒക്കെ വെക്കാനുള്ളൊരു സ്പേസ് ആണ് ഇത്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. ഇതിനകത്ത് മൊത്തം അവളുടെ ഷൂ ആണ്. ഇതിനകത്ത് മൊത്തം എന്റെ ഷൂ ഒന്നുമല്ല, ഇതൊക്കെ ഏറെയാ. ഇതൊക്കെ 2 മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മുടെ ഷൂസും അതേപോലെ നമ്മുടെ ജാക്കറ്റും എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇത് നോർമലി എല്ലാ വീട്ടിലും കാണുന്ന ഒരു ഏരിയ ആണ്. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ജാക്കറ്റിനും ചെരുപ്പുകൾക്കും ഒക്കെ ആയിട്ടൊരു സെഷൻ. കാരണം ഇവിടെ നമ്മൾ ഒരുപാട് ഷൂസും ജാക്കറ്റും ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ കയറി വന്ന് ഇനി നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലോട്ടാണേ. അപ്പം ഇതാണ് നമ്മളുടെ ലിവിങ് സ്പേസ്. ഇവിടെ ഒരു സോഫയുണ്ട്, പിന്നെ സൈഡിലായിട്ട് ഒരു ഡൈനിങ് സ്പേസും ഉണ്ട്. ഈ ടേബിൾ ശരിക്കും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ്. ഇവിടെ ഇപ്പം ഞങ്ങൾ 2 പേരും മാത്രം ഉള്ളതുകൊണ്ടാണ് അത് ഷോർട്ട് ആക്കി ഇട്ടിരിക്കുന്നത്. ഇനി കൂടുതൽ ആൾക്കാർ വരുന്നൊരു സമയമാണെങ്കിൽ നമുക്ക് ടേബിൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് ഈ ഏരിയ ഭയങ്കര ഫെമിലിയർ ആയിരിക്കും. കാരണം നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത് ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ്. ഈ സോഫയും അതുപോലെ ഒരു ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു ഡബിൾ കോട്ട് ബെഡ് അത്രയും തന്നെ സ്പേസ് ഉണ്ടാവേ. അപ്പം ഇതാണ് നമ്മളുടെ ഹോള്. ലിവിംഗ് റൂം ഓർ സ്റ്റുഡിയോ. അതെ, ഞങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല വെട്ടമൊക്കെ ഉണ്ട്. ഇവിടെ ജർമ്മനിയില് മിക്ക വീടുകളും നിങ്ങൾ നോക്കിയാലും അറിയാം, എല്ലായിടും ഇങ്ങനെ ഒരു യെല്ലോ കളർ ലൈറ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നല്ലേ. അത് മിക്ക വീട്ടിലും ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ യെല്ലോ ലൈറ്റ് കൊടുത്തേക്കുന്നത്. പക്ഷെ നമ്മുടെ ബെഡ്റൂമിൽ മാത്രം ഞങ്ങൾക്ക് പൊതുവെ ഇഷ്ടമല്ല ഈ യെല്ലോ ലൈറ്റ് കാണുമ്പോൾ എന്തോ ഒരു ഡൾ ഫീൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ നമ്മൾ മാറ്റിയിട്ടില്ല, ഇവിടെ എല്ലാം യെല്ലോ തന്നെ. പക്ഷെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങൾ വൈറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇവിടെ നിങ്ങൾ നോർമലി വന്നു കഴിഞ്ഞാൽ മിക്ക വീടുകളിലും മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള വാം ലൈറ്റ്, ഇത് വാം അല്ലേ, വാം ലൈറ്റ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം. ഇനി നമുക്ക് നമ്മുടെ ബെഡ്റൂമിലോട്ട് പോവാവേ. ബെഡ്റൂമിന് ജർമ്മനിയില് ഷ്ലാഫ് സിമ്മർ എന്നാണ് പറയുന്നത്, ലിവിംഗ് റൂമിന് വോൺ സിമ്മർ എന്ന്. അപ്പൊ നമ്മുടെ ഷ്ലാഫ് സിമ്മർ കണ്ടാലോ. ഇതാണ് നമ്മളുടെ മെയിൻ ഏരിയ. ഇവിടെ ഞങ്ങൾ പറഞ്ഞില്ലേ നേരത്തെ, ഞങ്ങൾ ഇവിടെ വൈറ്റ് ലൈറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. യെല്ലോ ആയിരുന്നു ഞങ്ങൾ വന്ന സമയത്ത്, ബട്ട് അതെല്ലാം മാറ്റി ഞങ്ങൾ വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഈ റൂമും അത്യാവശ്യം നല്ല ലൈറ്റ് ഉള്ള ഒരു റൂമാണേ. ഇവിടുന്ന് നമുക്ക് പുറത്ത് റോഡിലോട്ടുള്ള ഒരു വ്യൂ ആണ് ഉള്ളത്. നമ്മൾ നേരത്തെ താഴെ നിന്ന് കാണിച്ച ആ റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇത് മൊത്തം നമ്മൾ ഈ കാണുന്ന സൈഡിലോട്ട്. കാരണം നമ്മൾ അപ്പുറം ഇപ്പുറവും എല്ലാം വീടുകളാണ്. ഇതൊക്കെ നോർമൽ വിൻഡോസ് ആണ്. ഇവിടുത്തെ വിൻഡോസ് നാട്ടിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് വലിയ വിൻഡോസ് ആണ് എല്ലായിടും ഉള്ളത്. അതേപോലെ ഇവിടെ നമ്മൾ വിൻഡോസ് ഓപ്പൺ ചെയ്യുന്നത് പല രീതിയിലാണ്. ഇതിപ്പം ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുവാണ് വിൻഡോ. ഇത് നമുക്ക് നോർമലി നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ആക്കി ഇടാൻ പറ്റുവേ. അതല്ലെങ്കിൽ വേറൊരു ഓപ്ഷനൂടെ നമുക്ക് ഇവിടുത്തെ വിൻഡോയിൽ ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ ഹാഫ് ഓപ്പൺ ചെയ്ത് ടിൽറ്റ് ചെയ്തിടാൻ പറ്റും. ഇങ്ങനെ ചെയ്യുന്നതിന് ഇവിടെ പറയുന്നത് കിപ്പൻ ചെയ്തിടുക എന്നാണ്. കുറച്ച് മാത്രം കാറ്റ് കയറാനും എയർ സർക്കുലേഷൻ റൂമിൽ വരാനും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമിൽ തന്നെയാണ് TV ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ രാത്രിയൊക്കെ നമ്മൾ കൂടുതലും ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ട് ടയർഡായിട്ട് ഇവിടെ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഈ TV എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമിൽ തന്നെയാണ്. നോർമലി വിന്ററിൽ കൂടുതൽ നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബെഡ്റൂമിലും, സമ്മറിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലുമാണ്. ലിവിങ് ഏരിയയിൽ നല്ലപോലെ ഹീറ്റർ ഇട്ടാലും ആ ഏരിയയിലൊക്കെ കുറച്ച് തണുപ്പ് കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ ഇവിടെ തന്നെയാണ് ഗെയിമിങ്ങിനായിട്ടുള്ള കാര്യങ്ങളും CD-യും PS5-ഉം എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ ഒരു ഫേവറേറ്റ് ഏരിയ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. പിന്നെ എല്ലാ റൂമിലും ഇവിടെ ഹീറ്റർ കാണുവേ. ഇത് നമ്മുടെ ബെഡ്റൂമിലെ ഹീറ്റർ ആണ്. ഈ ഒരു വലിയ ഹീറ്ററാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പിന്നെ ബെഡ്റൂമിന്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെസ്ട്രോ ഉണ്ട്. അതേപോലെ നമുക്ക് കുറച്ച് എക്സ്ട്രാ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് ഇവിടെ എല്ലാം അതേപോലെയുള്ള ഏരിയാസ് ഉണ്ട്. ഇതൊക്കെ ഉള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആണ്. നമുക്ക് അത്യാവശ്യത്തിൽ കൂടുതൽ സാധനങ്ങൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് എത്ര സ്ഥലം കിട്ടിയാലും മതിയാകത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഏരിയ ഒക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്.
പിന്നെ ഈ റൂമില് ഇതാണ് ഞങ്ങളുടെ വാർഡ്രോബ്. അപ്പം ഇതാണ് ഞങ്ങളുടെ വാർഡ്രോബ്. ഇങ്ങനെ സ്ലൈഡിങ് ഇതായിട്ടുള്ളൊരു വാർഡ്രോബാണ് നമുക്കിവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ഈ വാർഡ്രോബും. നമുക്ക് ഈ വീട്ടിലെ 2 ബെഡ്റൂം ആണ് ഉള്ളത്. അതിൽ ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കാണാവേ. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമേ. ഇതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ഇത് അധികം യൂസ് ചെയ്യാറില്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനും അല്ലെങ്കിൽ എന്താ പറയുക ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ തുണിയൊക്കെ വിരിക്കാനും അങ്ങനെയൊക്കെയാണ് കൂടുതൽ സത്യത്തിൽ ഈ റൂമിൽ വരാറ്. അല്ലാതെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ലേ. ഇവിടെ നമ്മൾ മെയിനായിട്ട് ഒരു ബെഡ് ഉണ്ട്, പിന്നെ ഒരു സ്റ്റഡി റൂം പോലെ അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം പോലെയൊക്കെ ഇത് യൂസ് ചെയ്യാമേ. ഒരു ഓഫീസ് ഡെസ്കോ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടേബിളോ ഉണ്ട്, പിന്നെ ഒരു ചെയറും, പിന്നെ ഷൂ കളക്ഷൻസും ഈ റൂമിലാണ് വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ പല സെക്ഷനിലായിട്ട് നിങ്ങൾ തന്നെ ഷൂ ഒക്കെ കണ്ടു കാണുമല്ലോ. ആദ്യം ഇതൊരു ബോക്സ് ഉള്ളായിരുന്നു, ഇപ്പൊ 2 ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇനി 3 ആക്കാനുള്ള പരിശ്രമത്തിലാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ രണ്ടാമത്തെ റൂം. ഈ റൂമിലും 2 ഹീറ്ററാണ് ഉള്ളത്. ഇവിടെയും അവിടെയും കുഞ്ഞ ഹീറ്റർ ആണ് ഉള്ളത്. അതേപോലെ ഇവിടെയും നമുക്ക് ഒരു വാർഡ്രോബ് ഉണ്ട്, പിന്നെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഏരിയ, അത്യാവശ്യത്തിൽ കൂടുതൽ ഏരിയ ഇവിടെയും ഉണ്ട്. പിന്നെ നമ്മൾ ഈ ഇടയായിട്ട് കുറച്ച് ഓൺലൈൻ പർച്ചേസും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ട് അതിന്റെ പാക്കറ്റുകളെല്ലാം അടുക്കി ഇവിടെ വെച്ചിരിക്കുക. ഈ കാർഡ്ബോർഡ് എല്ലാം കളയത്തില്ലേ, കാരണം എപ്പോഴാണ് എന്ത് ആവശ്യം വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാർഡ്ബോർഡ് ഒക്കെ യൂസ്ഫുൾ ആവുന്നത് കൊണ്ട് ഇങ്ങനെ കളയാതെ വെച്ചിരിക്കുകയാണ്. കുറച്ചൊക്കെ കൊണ്ട് കളയാനുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം. ഈ റൂമിലെ ബെഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാട്രസ് മറ്റേ റൂമിന്റെ കൂട്ട് അത്രയും വലുതല്ല. ബെഡ് എന്ന് പറഞ്ഞാൽ മറ്റേത് അവിടെ ക്യൂൻ സൈസ് ഒരു ബെഡായിരുന്നു. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞ ഒരു സിംഗിൾ ബെഡാണ്. നമുക്ക് ഇതിന് വലിയ ആവശ്യം ഇല്ലാത്തത് കൊണ്ട് ഗസ്റ്റ് ഒക്കെ വരുമ്പോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് യൂസ് ഉള്ളൂ. അല്ലെങ്കിൽ ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമായിരിക്കും. പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മൾ പോയിട്ട് വരുമ്പോൾ നമ്മുടെ ജാക്കറ്റുകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കൊണ്ട് ഹാങ് ചെയ്യാനും നമ്മൾ ഷൂ ഒക്കെ കൊണ്ട് പെട്ടെന്ന് മാറുന്നതും ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ വരുന്ന ഒരു റൂമാണ് ഇത്. അല്ലാതെ ഇപ്പൊ വലിയ യൂസ് ഒന്നും ഇല്ല. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഷ്ലാവ് സിമ്മർ. ഇവിടെ ഇതുപോലത്തെ ഒരു വലിയ മിറർ ഉണ്ടേ, നല്ല രസ. അവിടെ ഇവിടെ എല്ലാം ഈ വീട്ടിൽ മിറർ ഉള്ളത് കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇനി എൻ്റെ ഒരു ഫേവറേറ്റ് സ്പേസിലോട്ടാണ് ഇനി പോകുന്നത്. നമ്മുടെ വീട്ടിലെ കിച്ചണ് നമ്മുടെ ജർമ്മനിൽ പറയുന്നത് ക്യൂഷ എന്നാണ്. അപ്പം നമുക്ക് കിച്ചണിലോട്ട് പോയാലോ. ഇതാണ് നമ്മുടെ കിച്ചൺ. If you want breakfast in the bed, sleep in the kitchen. അതെ. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇപ്പൊ വലിയ തണുപ്പില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം തുറന്നിട്ടേക്കുവാണേ. തണുപ്പുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഇങ്ങനെ ജനലൊന്നും തുറന്നിടാറില്ല കേട്ടോ. അവിടെ ഓൾറെഡി ഒരു നെറ്റ് ഉണ്ട്, അതുകൊണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ എന്തുവാ പ്രാണികളും ജീവികളൊന്നും വരത്തില്ല. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഗ്യാസ് സ്റ്റൗ എന്ന് വെച്ചാൽ ഇലക്ട്രിക്കിന്റെ ഒരു സ്റ്റൗ ആണ് നമുക്കുള്ളത്. എന്നാലും നാട്ടിലെ മിക്ക പാത്രങ്ങളും നമുക്കിവിടെ വയ്ക്കാൻ പറ്റും. നമ്മൾ ഇലക്ട്രിക് ബേസ്ഡ് ആയിട്ടുള്ള പാത്രങ്ങളാണ് നോർമലി യൂസ് ചെയ്യാറ്. നമ്മുടെ ഇഡലിപ്പാത്രം, പുട്ടുകുറ്റി, പാലപ്പച്ചട്ടി എല്ലാം തന്നെ ഞാൻ ഇതിൽ യൂസ് ചെയ്യാറുണ്ടേ. അപ്പം ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ ഏരിയ. ഇവിടെ മെയിൻ ആയിട്ട് ഒരു കോഫി മെഷീൻ ഉണ്ട്, പിന്നെ ടോസ്റ്റർ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഗ്രില്ലുണ്ട്, ഓവൻ ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. ഇത് എനിക്ക് തോന്നുന്നു വാട്ടർ ഹീറ്റ്. നമ്മുടെ ഇവിടെ എല്ലാ പൈപ്പിലും ചൂടുവെള്ളവും തണുത്ത വെള്ളവും വരും, അത് ഓൾറെഡി അറിയായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഹീറ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് ഇത്. പിന്നെ ഇതാണ് നമ്മുടെ അവൻ. നോർമലി ജർമ്മനിയിലുള്ള മിക്ക ആൾക്കാരുടെ വീടുകളുടെ കിച്ചണും ചെറുതായിരിക്കും. ഇവിടെ എനിക്കറിയത്തില്ല എന്താ എല്ലാവരും അത്രയും ചെറിയ കിച്ചൺ ആക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് ടൈം കിച്ചണിൽ സ്പെൻഡ് ചെയ്യുന്നവരല്ലാന്ന് തോന്നുന്നു ഇവിടെയുള്ള ആൾക്കാർ. അങ്ങനെ ഇവരുടെ ഫുഡൊക്കെ ഉണ്ടാക്കാനും പാടുള്ള ഫുഡ് ഉണ്ട്. അത്ര ടൈം നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ കിച്ചണിൽ അങ്ങനെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല. കുറെയൊക്കെ റെഡിമെയ്ഡ് ഫുഡോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ഫുഡ് ഉണ്ടെങ്കിലും നമ്മുടെ അത്ര കിച്ചണിൽ സ്പേസ് ഉണ്ടാക്കി ഒരുപാട് സാധനങ്ങൾ എടുത്ത് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവായിരിക്കും. അതുകൊണ്ട് അവരുടെ എല്ലാം കിച്ചണിൽ ഒരുപാട് സ്പേസ് കളയുന്ന ഇഷ്ടമല്ല. എന്നാൽ നോർമലി നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ഒരു ഇഷ്ടം അനുസരിച്ച് കിച്ചൺ നല്ല സ്പേഷ്യസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം അല്ലേ. എനിക്കും അതുപോലെ കിച്ചൺ കുറച്ച് സ്പേഷ്യസ് ആണോ എന്നാണ് ആഗ്രഹം. ഇത് കുഴപ്പമില്ല, ഒത്തിരി വലുതല്ല, എന്നാൽ
ഓക്കെ എന്ന് പറയാം. ഞങ്ങൾ രണ്ടുപേർക്ക് മാത്രം ഉള്ള ഒരു സ്പേസ് എന്ന് പറയുമ്പോൾ ഓക്കെ ആണ്. ഞങ്ങള് ചില സമയത്ത് ഇവിടേക്ക് ഇരുന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറുള്ളത്. അവിടെ ഡൈനിങ് ഏരിയയിലോട്ട് പോകാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഓവറോൾ കിച്ചൺ. ഫ്രിഡ്ജ് കാണിച്ചോ? ഇല്ല, ഫ്രിഡ്ജ് കാണിച്ചത് നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് ഫ്രിഡ്ജ് ഉള്ളത്. ഗ്രില്ലും പിന്നെ ഇതെല്ലാം സ്റ്റോറേജ് ഏരിയ ആണ്. ഇവിടെ അത്യാവശ്യത്തിന് എല്ലായിടവും നമുക്ക് ഇത് നമ്മുടെ ഈ ഗ്രില്ല് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമുക്കെല്ലാം ഗ്രില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു. പിന്നെ ഇത് ഫ്രിഡ്ജ്, ഇത് ഫ്രീസർ, ഇത് ഫ്രിഡ്ജ്. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ കമ്പാർട്ട്മെന്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാൻ എല്ലാം നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. എല്ലാം അടുക്കി അതിൻ്റെതായ രീതിയിൽ സംഭവങ്ങളെല്ലാം തന്നെ വെക്കാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ കിച്ചൺ. ഇനി നമുക്ക് നമ്മുടെ ബാത്റൂമും ടോയ്ലറ്റും ഒക്കെ കണ്ടാലോ? ഇവിടെ നമുക്ക് ടോയ്ലറ്റും ബാത്ത് ഏരിയയും സെപ്പറേറ്റ് ആയിട്ടാണ് ഉള്ളത്. അപ്പം കിച്ചണിന്റെ സൈഡിലായിട്ട് തന്നെ കുറച്ചിങ്ങോട്ട് മാറിയാണ് നമ്മുടെ ബാത്റൂം ടോയ്ലറ്റ്. അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനൊന്നുമില്ല, ചെറുതായിട്ട് കുഞ്ഞൊരു ടോയ്ലറ്റ് നമുക്ക് ഈ വീട്ടിലുള്ളത്. അത്രേ ഉള്ളൂ ടോയ്ലറ്റ്. ഇനി ഇതാണ് നമ്മുടെ ബാത്ത് ഏരിയ. ഇവിടെ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പം തന്നെ ഇവിടെ ഒരു എന്താ പറയുക വാഷ് ബേസിനും പിന്നെ നമുക്ക് കുളിക്കുന്ന ഒരു ഏരിയയും പിന്നെ അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസും ആണ് ഇവിടെ ഉള്ളത്. അപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാവേ. ഇവിടെ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ നല്ല വ്യൂ കൊണ്ട് കുളിക്കുക. ഇതാണ് നമ്മുടെ ബാത്ത് ഏരിയ. ഫുള്ളി ഗ്ലാസ് കൊണ്ട് ഇങ്ങനെ കവേർഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഇവിടെ നമ്മുടെ അതിന് ആവശ്യമുള്ള സാധനങ്ങളും ഷാമ്പുവും സോപ്പും അതൊക്കെ. പിന്നെ ഈ ഒരു ഏരിയ തന്നെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ ഉള്ളത്. നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ ഉള്ളത്. അതുപോലെ നമ്മുടെ കിച്ചൺ കാണിച്ചപ്പോൾ അവിടെ ഡിഷ് വാഷർ ഉണ്ടായിരുന്നേ, അത് പറയാൻ മറന്നുപോയി. വാഷിംഗ് മെഷീൻ കാണിച്ചപ്പോഴാണ് ഓർത്തത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബാത്ത് ഏരിയയിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്. ഇത് സത്യം പറഞ്ഞ ഒരു പഴയ സ്ട്രക്ചർ വീടാണ്. ഞാൻ ഇവിടെ ജർമ്മനിയിൽ കൂടുതലും കണ്ടിട്ടുള്ളത് ഒരു ഓൾഡ് സ്ട്രക്ചർ വീടുകളാണ്. കൂടുതൽ അതാണെന്ന് തോന്നുന്നല്ലേ? ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ പല സ്ട്രക്ചറിൽ നമുക്ക് അങ്ങനെ വീട് വെക്കാൻ അങ്ങനെ അനുവാദമില്ല. കാരണം ഓരോ ഏരിയയിലും ആ കൊടുത്തേക്കുന്ന ഒരു ഡിസൈൻ ഉണ്ട്. ആ ഡിസൈൻ അനുസരിച്ച് നമുക്ക് വീട് വെക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ മോസ്റ്റ്ലി എല്ലായിടത്തും കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ കൂര പോലെ ഉള്ള വീടുകളായിരിക്കും കൂടുതൽ. അപ്പം ആ ഒരു ഏരിയയിൽ ആ ടൈപ്പ് വീട് മാത്രമേ വെക്കാൻ അലൗഡ് ആയിട്ടുള്ളൂ. പെയിന്റ് കളറും ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ആ ഒരു ഏരിയയിൽ പറഞ്ഞേക്കുന്ന കളർ മാത്രമേ നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ വീടിന്. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എക്സ്ട്രാ ഇതുപോലെ പെർമിഷൻ ഒക്കെ വാങ്ങിച്ച് നമ്മൾ എക്സ്ട്രാ ഒരു വീട് അവർ അലോ ചെയ്താൽ മാത്രം നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ മോഡേൺ സ്ട്രക്ചർ വീടുകൾ ഉണ്ട്, പക്ഷെ ഈ ഏരിയയിൽ കുറവാണ്. ഉള്ള സ്ഥലങ്ങളുണ്ട്, എന്നാലും നോർമലി കുറവാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാർ പുതിയ വീടൊക്കെ വാങ്ങിക്കുമ്പോഴും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് ഓൾഡ് വീട് വാങ്ങിക്കാനാണെന്ന് കേട്ടിട്ടുണ്ട്. കാരണം അവർ പറയുന്നത് ഈ പഴയ വീടുകൾ ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയും കാര്യങ്ങളും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്, ഇപ്പോഴത്തേത് പോലെയല്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല പ്രൈസും ഇതുപോലെ ഇപ്പൊ കറന്റ്ലി റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഭയങ്കര നല്ല രീതിയിൽ പ്രൈസ് നല്ല രീതിയിൽ കൂടിയിരിക്കും. അപ്പം ഒരു പുത്തൻ വീട് നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചില്ലറ പരിപാടിയല്ല. അപ്പൊ എല്ലാവരും ചിലപ്പോൾ ആൾക്കാർ പഴയ വീട് വാങ്ങിക്കാനായിരിക്കും കുറെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ അതൊരു റീസൺ ആവാം. പിന്നെ പഴയ വീടിന് അതിൻ്റെതായിട്ടുള്ളൊരു ക്വാളിറ്റി ആണായിരിക്കും, അറിയത്തില്ല. മായോ ഒക്കെ കുറവായിരിക്കും ആയിരിക്കാം. നമ്മളിപ്പോ താമസിക്കുന്ന വീട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പഴയ വീടാണ്. സോ അതിന് അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇതുണ്ട്. ആർക്കിടെക്ചറലി ഒത്തിരി പിന്നോക്കം നിൽക്കുന്ന വീടാണ്. അപ്പം പക്ഷെ ഞങ്ങൾക്ക് ഈ വീട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മളെ വീട്ടിൽ നമുക്ക് നല്ല ഒരു പ്ലസ്, നമ്മൾ ഈ ഹോള് വന്നിരുന്ന നല്ല രീതിയിലുള്ള ലൈറ്റിംഗ് നമുക്ക് ഇടുന്നുണ്ട്. നമുക്ക് മനസ്സിന് നല്ലൊരു കംഫോർട്ടായിട്ട് കിട്ടുന്ന ഒരു ഏരിയ നമുക്ക് വീട്ടിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹാപ്പിയാണ് ഈ വീട്ടില്. ഇതാണ് ഞങ്ങളുടെ വീട്. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. Until then, bye.